പത്തനംതിട്ട എസ്.എൻ. ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതികൾ പിടിയിൽ. കവിയൂർ സ്വദേശി സദാശിവൻ, ചങ്ങനാശ്ശേരി സ്വദേശി വിശ്വനാഥൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. നിക്ഷേപകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ബോർഡ് അംഗങ്ങൾ തട്ടിച്ചുവെന്നാണ് കേസ്. തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന എസ്.എൻ. ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ബോർഡ് അംഗങ്ങളായ സദാശിവൻ, പുരുഷോത്തമൻ, ദിലീപ്, പ്രേണി മോഹൻ, പ്രവീണ, വിശ്വനാഥൻ, രാജേന്ദ്രൻ എന്നിവരടങ്ങുന്ന 7-അംഗ ഡയറക്ടർ ബോർഡാണ് കേസിലെ പ്രധാന പ്രതികൾ. ഇതിൽ 1-ാം പ്രതി സദാശിവൻ, 6-ാം പ്രതി വിശ്വനാഥൻ എന്നിവരാണ് നിലവിൽ പോലീസ് പിടിയിലായത്. 18% പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് വിവിധ ആളുകളെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചതിന് ശേഷം അവരെ കബളിപ്പിച്ച് ചതിച്ച കേസിലേക്കാണ് ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് ഈ സ്ഥാപനം 2012 മുമ്പ് ഇവർക്ക് നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ രജിസ്ട്രേഷനുള്ള ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഇവർക്കുള്ളായിരുന്നു. അതിനുശേഷം 2012 ശേഷമാണ് അവർ കേരളത്തിൽ വന്നിട്ട് കേരള രജിസ്ട്രേഷൻ മേടിച്ചിട്ട് ഈ ശ്രീ നവോമി ചിട്ടി ഫണ്ട് എന്നാക്കി. മീൻസ് 370 ലക്ഷം രൂപയാണ് പല ആളുകളെ നിന്ന് മേടിച്ചിട്ട് അവർക്ക് ഡിപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ക്യാഷ് കൊടുക്കാതിരുന്നത്. 15 വർഷത്തിലേറെയായി തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ചിട്ടിക്കമ്പനി അടച്ചുപൂട്ടി 3 വർഷം മുൻപാണ് പ്രതികൾ മുങ്ങിയത്. ചിട്ടി ചേർന്നും സ്ഥിര നിക്ഷേപം നടത്തിയതുമായ 100 കണക്കിന് നിക്ഷേപകരുടെ 3.5 കോടിയിലധികം പണമാണ് നഷ്ടമായിരിക്കുന്നത്. ഞങ്ങൾ എസ്.എൻ. ചിട്ടി ഫണ്ട് കാശ് ഇട്ടിട്ട് 3 വർഷമാകുന്നു. കാശ് കിട്ടാതിരിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുക. എല്ലാ രീതിയിലും 3 വർഷമായിട്ട് ഒരു പൈസ തന്നിട്ടില്ല, മുതലും തന്നിട്ടില്ല, പലിശയും തന്നിട്ടില്ല. എന്നെ പോലാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. എൻ്റെ മകളുടെ വിവാഹ ആവശ്യത്തിനും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട ക്യാഷാണ്. വിവാഹം വരികയും അത് മുടങ്ങുകയും ചെയ്തു. ഈ പൈസ തരാമെന്ന് പല പ്രാവശ്യം ഞാൻ ഇവരെ എല്ലാവരുടെയും വീടുകളിൽ കയറി ഇറങ്ങിയതാണ്. എൻ്റെ കുട്ടി വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോവുകയും അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് 50,000 രൂപ വെച്ച് തന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് മുതലും തന്നിട്ടില്ല, പലിശയും തന്നിട്ടില്ല. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രതികളെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ 2-ാം പ്രതി പുരുഷോത്തമനും 7-ാം പ്രതി രാജേന്ദ്രനും മരണപ്പെട്ടു. ബാക്കിയുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.